ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. യൂത്തന്മാർക്കൊപ്പം ഒരേ ഒരു സീനിയർ ആക്ടർ, അത് നമ്മുടെ സ്വന്തം മമ്മൂക്ക തന്നെ. 80കളിലായാലും 2020 പകുതിയായാലും അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇക്കുറിയും സിമ അവാർഡിൽ മമ്മൂക്ക ഏറ്റുമുട്ടുന്നത്, അല്ലെങ്കിൽ മമ്മൂക്കയോട് ഏറ്റുമുട്ടുന്നത് യൂത്ത് വിങ് തന്നെയാണ്. ഇവിടെ നമുക്ക് മത്സരിക്കാനെത്തിയിരിക്കുന്നത് ഒരുപാട് പേരുണ്ട്. പൃഥ്വിരാജ് ആടുജീവിതത്തിലൂടെ എത്തുമ്പോൾ ടൊവിനോ ARMലൂടെയും, ഉണ്ണി മുകുന്ദൻ മാർക്കോയിലൂടെയും, ഫഹദ് ആവേശത്തിലൂടെയും, ആസിഫ് അലി കിഷ്കിന്ദ കാണ്ഡത്തിലൂടെയും മത്സരിക്കുന്നത് ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുമായിട്ടാണ്. എന്താണേലും ഒരു കാര്യം ഉറപ്പാണ്, എങ്ങനെയൊക്കെ പോയാലും ഒരു സൈഡിൽ മമ്മൂട്ടി തന്നെയാണ്. അത് നാഷണൽ അവാർഡാണേലും സ്റ്റേറ്റ് അവാർഡാണേലും ഏത് അവാർഡാണെങ്കിലും ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇക്കുറിയും സിമ അവാർഡ് മമ്മൂട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കാം. മറ്റൊന്നും കൊണ്ടല്ല, സിമ അവാർഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു അവാർഡ് കൊടുക്കുന്ന ദിവസം അവിടെ ആ ഒരു ആക്ടർ, അല്ലെങ്കിൽ ലഭിക്കുന്ന ആക്ടർ ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. പലപ്പോഴും അത് മമ്മൂക്കയ്ക്ക് കഴിയാറില്ല എന്നുള്ളതാണ്. നൻപകൽ നേരത്തെ മയക്കം ഒരു പക്ഷേ ആ ഒരു റേഞ്ചിലേക്ക് എത്തിയേനും, അല്ലെങ്കിൽ കാതലിൻ്റെ കുറക്കെ എത്തേണ്ടതാണ്. പക്ഷേ അവിടെയൊക്കെ അത് മാറുന്നത് മറ്റൊന്നും കൊണ്ടാണ്. മമ്മൂക്കയ്ക്ക് അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു അവാർഡ് വേദിയിൽ ഫുൾ ടൈം ഒരു പക്ഷേ അത് സൗത്ത് ഇന്ത്യ മുഴുവനുള്ള, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള ഒരു വലിയ, സൗത്ത് ഇന്ത്യയുടെ ഒരു വലിയ അവാർഡ് ദാന ചടങ്ങാണ്. തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം ഭാഷകളിൽ നിന്ന് വരുമ്പോൾ എല്ലാ താരങ്ങളും അവിടെ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് അവരുടെ പ്രൈഡ് മൂമെൻറ്റും. അവിടെ മമ്മൂക്കയെ കിട്ടാറില്ല എന്നുള്ളത് തന്നെയാണ്. ഇക്കുറി അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അത് മമ്മൂക്കയ്ക്ക് തന്നെയാണ്. യാതൊരു വ്യത്യാസവുമില്ല. നടൻ എങ്ങനെ നടിക്കണം എന്നുള്ളത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും മമ്മൂക്കയിൽ നിന്ന്. നമ്മളുടെ ശരീരം മെലിയിച്ചത് കൊണ്ടോ കഷ്ടപ്പാട് കാണിച്ചത് കൊണ്ടോ അഭിനയത്തിന് വലിയ സംഭവങ്ങളാവില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു നടൻ തടിയുള്ള ശരീരവും വെച്ച്, അല്ലെങ്കിൽ മെലിഞ്ഞവനായി അഭിനയിക്കുന്നു, അതാണ് നടനം. ആ ഒരു ഫീല് നൽകുന്നതാണ്. അല്ലാതെ പലപ്പോഴും നമ്മൾ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലുമൊക്കെ കാണുന്ന പോലെ ശരീരം മെലിയിച്ച് ആ ഒരു ഫീല് കൊണ്ടുവരുന്ന ഒരു കാര്യം വരുമ്പോൾ ഒരുപാട് പേർ കൈയടിച്ചിട്ടുണ്ടാകാം. നമുക്ക് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ പഴയകാല നടന്മാർ, മലയാളത്തിലെ തന്നെ അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഭരത് ഗോപി തന്നെയാണ്. ഭരത് ഗോപി ഏത് ക്യാരക്ടർ ചെയ്താലും, അതിപ്പോൾ പ്രൗഢിയുള്ള ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ക്ഷീണിതനായ വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ അത് പ്രതിഫലിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഒട്ടുമിക്ക മലയാള നടന്മാരുടെയും പ്രത്യേകത. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കാര്യമെടുത്താലും അത് തന്നെയാണ്. ക്യാരക്ടറിൻ്റെ രൂപം മാറാൻ അദ്ദേഹത്തിന് വളരെ എളുപ്പം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്താതെ, തടി കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാതെ തന്നെ അത് നമുക്ക് ഫീൽ ചെയ്യിക്കാൻ കഴിയും. അതാണ് നടനം എന്നുള്ളത്. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ നാടകത്തിലൊക്കെ 90 വയസ്സുകാരൻ കൊച്ചു കുട്ടിയായിട്ട് അഭിനയിക്കുന്നു. അവിടെ ആ ഒരു ഫീല് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് കൊച്ചു കുട്ടിയെ പോലെ മേക്കപ്പ് ചെയ്ത് വരണം എന്നുള്ളതല്ല, അല്ലെങ്കിൽ അതേപോലെയുള്ള ആ പ്രായത്തിലുള്ള ഒരാൾ ചെയ്യണം എന്നുള്ളതുമല്ല. എന്താണെങ്കിലും നടനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആർക്കാണ് ഇക്കുറി അവാർഡ് ലഭിക്കുക? സ്റ്റേറ്റ് അവാർഡ് നമുക്ക് ഉടൻ തന്നെ ഉണ്ടാകും, ഈ മാസം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. അതായത് ഓഗസ്റ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനിയും ഈ ഒരു കാര്യത്തിൽ മമ്മൂട്ടി മത്സരിക്കുന്ന ഇത്രത്തോളം താരങ്ങളിൽ നിങ്ങൾക്ക് ആർക്കായിരിക്കാം മലയാളത്തിൽ നിന്ന് ഈ ഒരു സിമ അവാർഡിന് അർഹൻ എന്നുള്ളത് പറയാം. തീർച്ചയായും മമ്മൂട്ടി തന്നെയാണ് ഏറ്റവും ടോപ്പായി നിൽക്കുന്ന. ബാക്കി 5 പേരും മത്സരിക്കുന്നത് മമ്മൂട്ടിയോട് തന്നെയാണ്. മറ്റൊരു സീനിയർ താരത്തിനും കഴിയാറില്ല ഇങ്ങനെ ഒരു രീതി എന്നുള്ളതാണ്. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.